കൊല്ലം ബീച്ചിൽ ആമ മുട്ടയിട്ടു. വനവകുപ്പ് മുട്ട ശേഖരിച്ചു മാറ്റി സംരക്ഷണമൊരുക്കി. രാത്രി 12 മണിയോടെയാണ് സംഭവം. മുട്ടയിട്ട് പ്രകൃതിയുടെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാനുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കിയ ശേഷം അറബിക്കടലിലേക്ക് മടങ്ങുകയാണ് ഒലിവ് റിഡ്ലി ഇനത്തിലെ ആമ. ഈ സമയം കൊല്ലം ബീച്ചിൽ ഉണ്ടായിരുന്ന റിയാസ് പോലീസിന് വിവരം നൽകി. പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. അവർ കൊല്ലം സോഷ്യൽ ഫോറസ്റ്റിനെ അറിയിച്ചു. പിന്നെ നടന്നത് ഇങ്ങനെ: 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ ആമയുടെ 112 മുട്ടകൾ അവർ വീണ്ടെടുത്തു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 400ഓളം മുട്ടകൾ സംരക്ഷിക്കാനായെന്ന് കൊല്ലം ആർഒ പറഞ്ഞു. കടലാമ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ വനവകുപ്പും നമ്മുടെ പൊതുജനങ്ങളും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അതൊരു കാരണം പലതാണ്. കാര്യം കടലാമ എന്ന് പറയുന്ന വംശം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. ഇതിനെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 400ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ച് വെള്ളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ അതിന്റെ പ്രവർത്തനം നടത്തി വരികയാണ്. എന്നാൽ പ്രകൃതി സംരക്ഷണത്തിൽ ആമകൾക്കും ഒരു റോൾ ഉണ്ടെന്ന് ACF അൻവർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊല്ലം ബീച്ചിൽ അടുത്ത കാലത്ത് കൊല്ലം ബീച്ചിന്റെ സമീപ പ്രദേശങ്ങളിൽ വലിയ റിഡ്ലി മുട്ടയിടാറുണ്ടെങ്കിലും കൊല്ലം ബീച്ചിന്റെ ഒത്ത മധ്യഭാഗത്ത് മുട്ടയിടുന്നത് അടുത്ത കാലത്ത് ആദ്യമാണ്. മുട്ടകൾ വളരെ സേഫായിട്ട് നമ്മൾ മാറ്റിയിട്ട് വാട്ടർ ലൈനിൽ നിന്ന് സേഫായിട്ടുള്ള ഒരു അകലത്തിൽ അനുയോജ്യമായ ഒരു ഡെപ്തിൽ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് കടലോരത്ത് തന്നെ ആമയുടെ മുട്ടകൾക്ക് സംരക്ഷണമൊരുക്കി കാവലിന് ആളിനെയും ചുമതലപ്പെടുത്തി. 45 ദിവസം മിനിമം വേണം മുട്ട വിരിഞ്ഞ് ആമ കുഞ്ഞുങ്ങൾ കടലമ്മയുടെ മടിത്തട്ടിലേക്ക് മടങ്ങാൻ. റിഡ്ലി എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട ആമയുടെ മുട്ടയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിനെ കൺസർവേറ്റ് ചെയ്യുന്ന സംരക്ഷിക്കാൻ പോകുന്നത്. ഇനി 45 ദിവസമോ അല്ലെങ്കിൽ 50 ദിവസമോ കഴിയുമ്പോഴായിരിക്കും അത് വിരിഞ്ഞ് കടലിലേക്ക് തന്നെ പോവുക. കൊല്ലം ബീച്ചിൽ നിന്ന് രാജ്കുമാർ.